സൗദി രാജാവ് നരേന്ദ്രമോദിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ് ഹീസ് മൈ ഫ്രണ്ട്, ഹീസ് മൈ ബ്രദർ എന്നാണ്. BJP രാജ്യം ഭരിക്കുമ്പോൾ, സംഘപരിവാർ രാജ്യം ഭരിക്കുമ്പോൾ ഇവിടുത്തെ ഇസ്ലാമിക ജനത അല്പമെങ്കിലും ഭയപ്പെടുന്നു. ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്ക് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. നിങ്ങളങ്ങനെ ഭയപ്പെടണം എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി അവരുടെ ഇടയിലേക്ക് പ്രചണ്ഡമായ പ്രചരണം നടത്തുന്ന ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ, അവരാണ് ഇതിൻ്റെ ഉത്തരവാദി. കേരളത്തെ വേണ്ട വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഈ കേരള സർക്കാരിന് കഴിയുന്നില്ല. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് RSSൽ പ്രവർത്തിക്കുവാൻ സാധിക്കില്ല എന്നൊരു ഉത്തരവുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഇടപെട്ടെത്തി. അതെന്ത് സത്യസന്ധമായ തീരുമാനമല്ല. RSSനെ നിയമപരമായി നിരോധിച്ചിട്ടില്ല. RSSൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കോടതി വിധികളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 10 വർഷം അത് രാഷ്ട്രീയമാണ്. ഞാൻ ചുരുക്കി പറഞ്ഞാൽ 60 നിയോജക അസംബ്ലി മണ്ഡലങ്ങളിൽ BJP നിർണായക ശക്തിയാണ്. ആ നിർണായക ശക്തിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. RSSനെ നിരോധിക്കുമെന്ന് പറഞ്ഞ രാജ്യത്ത് RSSകാരനായ പ്രധാനമന്ത്രിയും RSSകാരനായ രാഷ്ട്രപതിയും ഒക്കെ ഇരുന്ന് ഭരിച്ച ഒരു സമയമാണ്. അവിടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് RSSൽ പ്രവർത്തിക്കുവാൻ സാധിക്കില്ല എന്നൊരു ഉത്തരവുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഇടപെട്ടെത്തി. എന്താണ് ആ ഒരു വിഷയത്തിൽ? അതെന്ത് സത്യസന്ധമായ തീരുമാനമല്ല. RSSനെ നിയമപരമായി നിരോധിച്ചിട്ടില്ല. RSSൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കോടതി വിധികളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 10 വർഷം? അത് രാഷ്ട്രീയമാണ്. അത് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് അല്ല, മോദി സർക്കാർ വന്ന 10 വർഷവും കഴിഞ്ഞ 2 NDA സർക്കാരിന്റെ കാലഘട്ടത്തിലും ആ ഉത്തരവ് പിൻവലിച്ചിരുന്നില്ല. അല്ല, അതെനിക്കറിഞ്ഞൂടാ. വാജ്പേയി സർക്കാരിന്റെ കാലത്തും അത് പിൻവലിച്ചിരുന്നില്ല. ആ ഉത്തരവായി തന്നെ തുടർന്നു. അല്ല, അതിൻ്റെ കാരണം അവരെയാണ് പറയേണ്ടത്. പക്ഷേ പിൻവലിക്കണം എന്നൊരാവശ്യം പൊതുവേ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഗവൺമെൻറ് അത് പിൻവലിച്ചു. അവർ സത്യസന്ധമായൊരു നിലപാടാണ്. ആ നിലപാടിനോട് യോജിക്കുന്നുണ്ടോയെന്നാണല്ലോ ചോദിച്ചത്. ആ നിലപാട് തീർച്ചയായിട്ടും ശരി തന്നെയാണ്. അങ്ങനെ ഒരു കോൺഗ്രസ് സർക്കാർ എടുത്തൊരു തീരുമാനം തുടർന്നു കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. RSSകാരായി ഈ നിരോധനം എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പണ്ടുകാലം മുതൽ ഉണ്ടായിരുന്നെങ്കിലും എത്രയോ കേന്ദ്ര സർക്കാർ ജീവനക്കാർ RSS പ്രവർത്തിച്ചു. ഞാനും ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരനായിരുന്നു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ പ്രവർത്തിച്ചിരുന്നതാണ്. ആ സന്ദർഭത്തിൽ ഞാൻ RSSൻ്റെ പ്രവർത്തകനാണ്. സജീവമായി പരസ്യമായി പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷെ നടപടികളൊന്നും എടുത്തിട്ടില്ല. കാരണം എന്തിൻ്റെ പേരിൽ എടുക്കും? ഒരു ഉത്തരവുണ്ടെന്ന് കരുതി, അല്ലെങ്കിൽ ഒരു ഓഫീസ് ഓർഡർ ഉണ്ട്, അതിൻ്റെ ബലത്തിൽ ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റും, ഉത്തരവ് ഇരിക്കാൻ പറ്റും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ ഉള്ള ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ ചടയമംഗലത്ത് രാമക്ഷേത്ര നിർമ്മാണം സജീവമായി നടക്കുന്നു. അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളും ആത്മീയവുമായ വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായി പോവുകയാണ്. നരേന്ദ്രമോദി ലോക്സഭാ ഇലക്ഷന് മുമ്പ് കൊടുത്തൊരു അഭിമുഖത്തിൽ കേരളത്തിലെ പിൽഗ്രീം ടൂറിസത്തെ പറ്റി വളരെ സജീവമായി അദ്ദേഹം പേരുകൾ എടുത്തുകൊണ്ട് ശബരിമല, ഗുരുവായൂർ, ചേരമൻ ചർച്ച് പേരെടുത്തുകൊണ്ട് പറയുന്നു. ഒരു വലിയ സാധ്യത കേരളത്തിൽ ഉണ്ട് എന്ന് രാജ്യത്തിൻ്റെ രാഷ്ട്രതലവൻ പറയുകയാണ്. അത് ഉപയോഗപ്പെടുത്താൻ എന്തുകൊണ്ടാണ് കേരള സർക്കാർ സാധിക്കാത്തത്? മാറി വരുന്ന സാഹചര്യം കേരള സർക്കാർ പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. സ്പിരിച്വൽ എക്കണോമി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് പൊന്തി വന്ന ഏറ്റവും വലിയ ഒരു സാമ്പത്തിക മേഖലയെ ഒന്നാകെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ്, ഒരു രംഗമാണ് സ്പിരിച്വൽ എക്കണോമി. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം കാശി, അയോധ്യ തന്നെ ഇപ്പം 53 ഫ്ലൈറ്റാണ് വിമാനത്താവളം വികസിപ്പിച്ചു. നാടിൻ്റെ മുഖച്ഛായ മാറുന്ന കാഴ്ച. അവിടുത്തെ സ്ഥലത്തിൻ്റെ വില ഇപ്പോൾ എന്താണ്? അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന വരുമാനം എന്താണ്? ഇപ്പോൾ ഗുജറാത്തിൽ പട്ടേലിൻ്റെ പ്രതിമ വെച്ചു, ഒരു കുഗ്രാമം. അവിടെ അത് വന്നതോടുകൂടി ഇപ്പോൾ എത്ര ഹോട്ടലായി. പ്രതിമ വെച്ചാൽ പട്ടിണി മാറുമോ എന്ന് ചോദിച്ചവർക്ക് കണക്കുകൾ മറുപടി നൽകുന്നു. എത്ര പേർക്ക് തൊഴിലായി. എത്ര പേർക്ക് തൊഴിലെന്ന് മാത്രമല്ല, ഗവൺമെൻറ് റവന്യൂ വരുമാനം ഖജനാവിലേക്ക് എത്ര രൂപ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ വാസ്തവത്തിൽ ഇവിടെ ശബരിമലയുണ്ട്, ഗുരുവായൂരുണ്ട്. അവിടെ എന്ത് സൗകര്യം ചെയ്ത് കൊടുക്കും? ശബരിമല വരുന്ന ആളുകളെ കാട്ടിൽ തടഞ്ഞിട്ട് മണിക്കൂറുകളോടിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് ആരെങ്കിലും. പക്ഷേ അത് വിശ്വാസത്തിൻ്റെ വായതുകൊണ്ട് വരും. പക്ഷേ ഇവിടെ വരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൂടെ അവരിൽ നിന്നും ഈ ഗവൺമെൻറ്റിന് റവന്യൂ വരുമാനം വർദ്ധിക്കുന്നു എന്നുള്ള സത്യം അവർ മറന്നു പോവുകയാണ്. 20 ലക്ഷം വാഹനങ്ങളാണ് ശബരിമല സീസൺ കാലത്തിലെ യാത്ര ചെയ്യുന്നത്. അതിലൂടെ ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനം എത്രയാണ്? കാരണം അവർ പെട്രോൾ അടിച്ചാൽ, അവരൊരു ആഹാരം കഴിച്ചാൽ, ലോഡ്ജിൽ പോയി താമസിച്ചാൽ, GST വരുമാനം, എന്തെല്ലാം വരുമാനമാണ്. ഇതാണ് സ്പിരിച്വൽ എക്കണോമി എന്ന് പറയുന്നത്. അത് ഉപയോഗപ്പെടുത്തുന്നില്ല. ഇപ്പോൾ വർക്കല ശിവഗിരി മഠമുണ്ട്. ഇന്ന് വാസ്തവത്തിൽ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ്.
അതിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? വേണ്ട വിധത്തിൽ അതിനെ ഒരു ഈ എക്കണോമിയുടെ ഒരു വലിയ ഭാഗമായി അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? സാധിക്കുന്നില്ല. ഈ ഇപ്പോൾ ജഡായുപ്പാറ തന്നെ പറയുന്നു, എന്തെല്ലാം ടൂറിസം മേഖല ഇവിടെയുണ്ട്, ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ മദ്യം കൊടുത്ത് ആളുകളെ ആകർഷിക്കുന്നതിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യവും ലോട്ടറിയുമാണ്. അതിൽ കൂടെ എങ്ങനെ ആളുകളെ ആകർഷിച്ച് ഇവിടെ നിർത്താൻ പറ്റും? ഈ കേരളത്തിൻ്റെ തനതായിട്ടുള്ള സാംസ്കാരിക പൈതൃകമുണ്ട്. ആ പൈതൃകത്തെ പുനരുജ്ജീവിപ്പിക്കണം, അതിനെ റിജുവിനേറ്റ് ചെയ്യണം, അത് ജനങ്ങളുടെ മുമ്പിൽ, ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കണം. അങ്ങനെ ജനങ്ങൾ അത് മനസ്സിലാക്കാൻ, ഇത് ഏതെങ്കിലും വിധത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന ഒരു സമൂഹം ഇതിലേക്ക് ഒഴുകും. യാതൊരു സംശയവുമില്ല. കേരളത്തെ വേണ്ട വിധത്തിൽ ജനങ്ങളുടെ മുമ്പിൽ, ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇന്നേ വരെ കേരളം ഭരിച്ചിരിക്കുന്നവർ സാധിച്ചിട്ടില്ല. മധ്യപ്രദേശിനും ഉത്തർപ്രദേശിനും സാധിക്കുന്നു. ഉജ്ജയിനിൽ അവിടുത്തെ സർക്കാർ ചെയ്തത് എന്താണ്? ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. മഹാബലിപുരത്തേക്ക്, അവിടെ ചൈനീസ് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ഒരു കൂടിക്കാഴ്ച മാത്രം നിശ്ചയിച്ചു. അതിൻ്റെ പിന്നിൽ എന്താണ്? ആ പിറ്റേ ദിവസം തൊട്ട് ലക്ഷക്കണക്കിന് ആളുകൾ മഹാബലിപുരത്തേക്ക് വരികയാണ്. ഇതാണ് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്നത്. ഭാരതത്തിൻ്റെ എക്കണോമി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സംസ്ഥാന സർക്കാരുകൾക്ക് അപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളിലൂടെ അത് സാധ്യമാകും. ഇവിടെ സ്വദേശി ദർശൻ എന്ന് പറഞ്ഞൊരു കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 100 കോടിയോളം രൂപയാണ് പത്മനാഭസ്വാമി ചുറ്റുപാട് മുഴുവൻ നന്നാക്കാൻ വേണ്ടി കൊടുത്തത്. അതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പണം മുഴുവൻ വിനിയോഗിച്ചില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ലാപ്സായിപ്പോയി, കുറച്ച് മടക്കി കൊടുത്തു, അങ്ങനെയൊക്കെയാണ്. ഈ 300 കോടി രൂപയാണ് ശബരിമലയ്ക്ക് വേണ്ടി അനുവദിച്ചത്. അതിൽ 20 കോടി രൂപ ആദ്യത്തെ ഗഡു അടച്ചതിൻ്റെ കണക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പണം വിനിയോഗിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യത്തിൽ, പ്രോജക്റ്റുകൾ ഉണ്ടാക്കി അത് നടപ്പിലാക്കുന്ന കാര്യത്തിലൊക്കെ വമ്പൻ പരാജയമാണ്. അവിടെയൊക്കെ തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും നടത്തുന്നത് കൊണ്ട് ഒരു കാര്യവും വേണ്ട വിധത്തിൽ പൂർത്തിയാകുന്നില്ല. 1 കോടി രൂപ കിട്ടിയാൽ അതിൽ 10 ലക്ഷം രൂപ ചിലവഴിക്കുന്നില്ല. ബാക്കിയൊക്കെ ഇടനിലക്കാരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും CAG റിപ്പോർട്ട് വരുമ്പോൾ കേരളത്തിൽ ഈ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചെല്ലാം ആക്ഷേപങ്ങളാണ്, ആരോപണങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ ക്രമക്കേടുകൾ ഉന്നയിക്കുകയാണ്. ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതിവിശേഷം. കേരളത്തെ വേണ്ട വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഈ കേരള സർക്കാരിന് കഴിയുന്നില്ല. വമ്പൻ വരുമാനമാണ് ടൂറിസം മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയും. എനിക്ക് തന്നെ അറിയാം, ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന പല പ്രോജക്റ്റുകളും വാസ്തവത്തിൽ മുന്നോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ടുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശാലമായൊരു കാഴ്ച, ഇത് ഉത്തർപ്രദേശിലോ വേറെ ഗുജറാത്തിലോ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തായിരുന്നുവെങ്കിൽ അവിടെ എന്തെല്ലാം വളർച്ച ഉണ്ടായാൽ, ഉയർച്ച ഉണ്ടായാൽ, വികസനം ഉണ്ടായാൽ, നാട് മുഴുവൻ വികസിക്കുകയാണ്. ഒരു പ്രദേശം വികസിക്കുന്ന ഒരു സ്ഥാനം ഏതെങ്കിലും വിധത്തിൽ പ്രാധാന്യം കിട്ടി അവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ മാറ്റമാണ്. അവിടുത്തെ ജനങ്ങൾക്കാകെ വലിയൊരു മാറ്റമാണ് ഉണ്ടാകുക. പക്ഷേ ഈ പേരെടുത്ത് പറഞ്ഞ അയോധ്യയും വാരണാസിയും ഒക്കെ, അവിടെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ലോക്സഭാ ഇലക്ഷനിൽ വോട്ടിൻ്റെ ശതമാനം കുറയുന്നൊരു കാഴ്ച. വോട്ടിൻ്റെ കാര്യത്തിൽ വരുന്ന സന്ദർഭത്തിൽ വേറെ പല ഘടകങ്ങളുണ്ടാകാം. അയോധ്യയിൽ വോട്ട് കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ അതിനുവേണ്ടി ഭൂമി എടുത്തപ്പോൾ ഭൂമി നഷ്ടപ്പെട്ടവരുണ്ട്. അവിടെ നിന്ന് കടകമ്പോളങ്ങൾ മുഴുവൻ പൊളിച്ചു നീക്കിയപ്പോൾ ഒരുപക്ഷെ അതിൽ പ്രതിഷേധമുള്ളവരുണ്ടാവും. അങ്ങനെ പല കാരണങ്ങളുണ്ടാകാം. അത് വേറെ. ഞാൻ പറഞ്ഞ മൊത്തം നമുക്ക് രാഷ്ട്രീയം എന്താകട്ടെ, വോട്ട് എന്താകട്ടെ, നാടാണ് വലുത്. നാടിൻ്റെ വരുമാനം വർദ്ധിക്കുക എന്നുള്ളതാണ്. സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് ഭാരതത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ നടപടികളെല്ലാം വിജയകരമായിട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങ് ഒരു ചാനലിൽ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ നാടിൻ്റെ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ ഒട്ടനവധി പ്രയത്നിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്. BJP രാജ്യം ഭരിക്കുമ്പോൾ, സംഘപരിവാർ രാജ്യം ഭരിക്കുമ്പോൾ ഇവിടുത്തെ ഇസ്ലാമിക ജനത അല്പമെങ്കിലും ഭയപ്പെടുന്നുണ്ട്. അതൊരു സത്യം തന്നെയാണ്. പലരോടും സംസാരിക്കുമ്പോൾ അവർക്കുള്ളിലൊരു ഭയമുണ്ട്. അത്തരത്തിലൊരു ഭയത്തിൻ്റെ ആവശ്യമുണ്ടോ നമ്മുടെ രാഷ്ട്രത്തിൽ? ഈ ഭയമുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം, നിങ്ങളങ്ങനെ ഭയപ്പെടണം എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി അവരുടെ ഇടയിലേക്ക് പ്രചണ്ഡമായ പ്രചരണം നടത്തുന്ന ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ, അവരാണ് ഇതിൻ്റെ ഉത്തരവാദി. സത്യത്തിൽ ഇവിടെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഈ ഭാരതത്തിൽ വർഗീയ കലാപങ്ങൾ കുറഞ്ഞിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ എത്രയെത്ര വർഗീയ കലാപങ്ങളുണ്ടായി. അതിലൊക്കെ ദുഃഖവും ദുരിതവും ദുരന്തവും
നേരിടേണ്ടി വന്നിരിക്കുന്ന ഒരു വലിയ സമൂഹമില്ലേ, മുസ്ലിം സമൂഹമില്ലേ, ഹിന്ദു സമൂഹമില്ലേ, മതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ ഈ കലാപങ്ങളിലൂടെ സംഭവിക്കുന്നത്. എന്നിട്ട് അതാണ് ഇന്നത്തെ അവസ്ഥ. ഇന്ന് മതസൗഹാർദ്ദം നിലനിൽക്കുകയാണ്. പക്ഷേ മതത്തിൻ്റെ പേരിൽ മതത്തെ പ്രീണിപ്പിച്ച് അവരുടെ പിന്തുണ നേടിയെടുക്കാൻ അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ തെറ്റായ വഴിയിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഉത്തരവാദികൾ. ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്ക് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. അവരെ വ്യത്യസ്തമായ രീതിയിൽ കാണുന്നുമില്ല. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഏറ്റവും അധികം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുള്ള ഈ സർക്കാരാണ്. ഹജ്ജ് തീർത്ഥാടനത്തിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ഈ സർക്കാരാണ്. മാത്രവുമല്ല, ഇപ്പോൾ അവിടെ മക്കയിലും മദീനയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഭാരതീയർക്ക് വ്യക്തമായ സുരക്ഷിതമായ സഹായങ്ങൾ അവിടുത്തെ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നത് ഇപ്പോഴാണ്. കാരണം അത് മോഡിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അംഗീകാരം കൂടിയാണ്. ഇന്ന് അറബ് രാജ്യങ്ങളുമായിട്ട് ഏറ്റവും വലിയ സൗഹൃദം സ്ഥാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോഴാണ്. സൗദി രാജാവ് നരേന്ദ്രമോദിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ് ഹീസ് മൈ ഫ്രണ്ട്, ഹീസ് മൈ ബ്രദർ എന്നാണ്, എൻ്റെ സഹോദരനാണെന്നാണ്. അത്രയ്ക്ക് പോലും വൈകാരികമായ ഒരു ഹൃദയബന്ധം ഈ അറബി നാടുകളിലെ ഭരണാധികാരികളുമായിട്ടുണ്ടായത് എപ്പോഴാണ്? ഇപ്പോഴാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ പുതിയ ലോക്സഭാ മന്ദിരത്തിൻ്റെ ഉദ്ഘാടന വേളയിലൊക്കെ ഹൈന്ദവ ആചാരങ്ങളെ കൂടുതലായി പ്രൊമോട്ട് ചെയ്യുന്നു. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ രാഷ്ട്രത്തലവൻ തന്നെ നേരിട്ടെത്തി പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഇത് സത്യത്തിൽ മറ്റുള്ള ന്യൂനപക്ഷങ്ങൾ എന്ന് വിളിക്കുന്ന മതവിഭാഗക്കാർക്ക് ചെറുതെങ്കിലും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ തലവൻ ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് തോന്നലുണ്ടാക്കില്ലേ? ഇതിന് മതപരമായ വർഗീയമായ ചേരിതിരിവുണ്ടാക്കി ഇതിനെ എല്ലാം കാണുന്നതാണ് ഈ വിഷയം. അത് എന്തുകൊണ്ട് ദേശീയമായ ആചാരങ്ങളും മതാചാരങ്ങളെയും തമ്മിൽ വേർതിരിക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും നിലവിളക്ക് കൊളുത്തുന്നുണ്ടല്ലോ. ഈ നിലവിളക്ക് കൊളുത്തുന്ന ഒരു മതാചാരമാണ് എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ വിളക്ക് കൊളുത്താറുണ്ട്. അതുകൊണ്ട് വിളക്ക് കൊളുത്തുന്നതൊക്കെ ഹിന്ദു ആചാരമാണ്, ഹിന്ദുക്കൾക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇല്ല. പുഷ്പാർച്ചന നടത്തുന്നത് ഹിന്ദുക്കൾ അവരുടെ മതപരമായ ആചാരം എന്നുള്ള നിലയ്ക്ക് ചെയ്യാറുണ്ടായിരിക്കാം, അത് അവരുടെ കാര്യമാണ്. പക്ഷേ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന സന്ദർഭത്തിൽ എല്ലാവരുടേതുമാണത്. എല്ലാവരുടെയും ഈ ഭാരതത്തിൻ്റെ ആചാരമാണ് വിളക്ക് കൊളുത്തുക, അർച്ചന നടത്തുക, പൂജ നടത്തുക എന്നൊക്കെ പറയുക, തേങ്ങ ഉടയ്ക്കുക, ഇതൊക്കെ പറയുന്നത് ഈ ഭാരതത്തിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങൾ നോക്കൂ, നാസയിൽ പോലും അത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമോ? നാസയിൽ പോലും പൂജാതി കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ പോലും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതിനെ ഒരു മതപരമായ വിഭാഗീയതയുടെ ഒരു അതിർവരം വിട്ട് ഇങ്ങനെ ഉള്ളതിനെ കള്ളികൾ തിരിച്ച് മാറ്റി നിർത്തിയാൽ അതിന് ദേശീയാചാരം എന്താണ് എന്നുള്ള ചോദ്യം വരും. ദേശീയാചാരം ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ മുകളിൽ സത്യമേവ ജയതേ എന്ന ഉപനിഷത്ത് വാക്യം എഴുതി വെച്ചു. ഇവിടുത്തെ വ്യോമസേനയ്ക്കായിരുന്നാലും LICക്കായിരുന്നാലും ഇതൊക്കെ പണ്ട് ഇവിടുത്തെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ചെയ്തതല്ലേ. എന്തുകൊണ്ടാണ്? ഈ ഉപനിഷത്ത് ഭാരതത്തിൻ്റേതാണ്. ഭാരതത്തിൻ്റെ ഇതിഹാസമാണ് രാമായണം, മഹാഭാരതം. ഭാരതത്തിൻ്റേതാണ് വേദങ്ങൾ. അതിനെ മതത്തിൻ്റെ ചട്ടക്കൂട്ടിലിട്ട് അതിനെ വേർതിരിച്ച് മാറ്റി നിർത്താൻ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ അത് ജനങ്ങളുടെ ഹൃദയത്തിൽ മതപരമായ വേർതിരിവുണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഭാരതത്തിൻ്റെ ദേശീയമായിട്ടുള്ള ആചാരങ്ങളുണ്ട്. ദേശീയമായ രീതിയിൽ എല്ലാവർക്കും ചെയ്യാവുന്നതും ചെയ്യേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങൾ. അത് ദേശീയ ഗാനം പാടുമ്പോൾ എന്തിനാണ് ഭാഗ്യവിധാതാവ് എന്നൊക്കെ പാടുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, അത് ദേശീയമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതത്തിൻ്റെ മാതാവ് എന്നുള്ള സങ്കല്പം. ഹൈന്ദവ ആചാരങ്ങൾ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പിന്നെ തീർച്ചയായിട്ടും അതല്ല, അല്ലാതെ ഇപ്പോൾ അമേരിക്കയുടെ അല്ലല്ലോ, ഈ നാടിൻ്റേതല്ലാതെ. പിന്നെ ഈ വേര് ഇവിടെ തന്നെയല്ലേ, വേറെ എവിടെയാണുള്ളത്? ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രം ഭാരതം എന്ന ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റണമെന്ന് അങ്ങേക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം? ആക്കി മാറ്റേണ്ട കാര്യമില്ലല്ലോ. ഇതിൻ്റെ ഒറിജിൻ എവിടെയാണ്? ഹൈന്ദവമാണ്. വേരെവിടെയാണ്? ഹൈന്ദവമാണ്. ചിലർ പറയും ഹിന്ദു രാഷ്ട്രമാക്കണം. ആക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ നാട്ടിലെ ആദിമ ഗ്രന്ഥം ഏതാണ്? ഈ ഭാരതത്തിൻ്റെ ആദിമ ഗ്രന്ഥം ഏതാണ്? വേദങ്ങളാണ്. ഈ നാടിൻ്റെ ഇതിഹാസ ഗ്രന്ഥങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് രാമായണവും ഭാരതം, അത് ഭാരതത്തിൻ്റേതല്ലേ, ഭാരതത്തിൻ്റെ. അവിടെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സംശയമുണ്ടാകും. അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങളുടെ ഭാവി എന്ത്? അങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇന്നേ വരെ അവരുടെ ഭാവിക്ക് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ലല്ലോ.
ഇവിടെ എല്ലാ മതസ്ഥരെയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഈ ഭാരതത്തിലേക്ക് പാഴ്സികൾ വന്നപ്പോൾ പാഴ്സികൾക്ക് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് 2 മൈലുകൾക്ക് അകത്ത് മറ്റാരും ഇരിക്കാനോ നിൽക്കാനോ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ സ്വാതന്ത്ര്യം അനുവദിക്കാൻ വേണ്ടി ഉത്തരവിറക്കിയവരാണ് ഭാരതത്തിലെ ഭരണകർത്താക്കൾ. ഇവിടെ ഇസ്രയേലികൾ യഹൂദന്മാർ വന്നപ്പോൾ ഭാരതത്തിൽ മാത്രമാണ് അവർക്ക് ഭയം കിട്ടിയത്. അവർക്ക് വേണ്ടി പള്ളി പണിതു കൊടുത്തത് ഈ ഭാരതത്തിലെ ജനങ്ങളാണ്. ഭാരതത്തിൻ്റെ മനസ്സ് എപ്പോഴും മനുഷ്യത്വത്തിൻ്റേതാണ്. ഒരിക്കലും മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഭാരതമുണ്ട്. ഈ ഭാരതത്തിൽ ആചാരങ്ങളുണ്ട്, ജനങ്ങളുണ്ട്, അവർക്കൊരു സംസ്കാരമുണ്ട്, അവർക്കൊരു പൈതൃകമുണ്ട്, അവർക്കൊരു പാരമ്പര്യമുണ്ട്, അവർക്കൊരു ധർമ്മമുണ്ട്. അത് മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ളതാണ്. അത് പറയുന്നതിലെന്താ തെറ്റെന്താ? അത് ഇന്തോനേഷ്യയിലെ ജനങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ രാമായണം ഞങ്ങളുടേതാണ് എന്നവർ പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ പേര്, അവിടുത്തെ വാഹനം എല്ലാം ഗരുഡ എന്നിടാൻ അവർക്കൊരു മടിയില്ല. അവിടുത്തെ നോട്ട്, അവിടുത്തെ കറൻസി, ഗണപതിയുടെ ചിത്രം അടിക്കാൻ അവർക്ക് മടിയില്ല. അതവരുടെ പൗരാണികമായ അവരുടെ വേരുകൾ അവർ ചേടിത്തന്നപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അവരുടെ സാംസ്കാരിക പൈതൃകമാണ്. അതിലെന്താ തെറ്റെന്താണ്? അതും മതവുമായിട്ട് എന്തിനു കൂട്ടിക്കുഴയ്ക്കണം? ഈ മതവും ദേശീയതയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. ഈ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ മാറാടും ഗുജറാത്തും കലാപങ്ങളൊക്കെ ഇങ്ങനെ തികട്ടി വരുന്നത് കൊണ്ട് ഈ ആകാം ഇത്തരം സംശയങ്ങളുണ്ടാകും. അത് ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാകണമെന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ എപ്പോഴും നിത്യ ശത്രുക്കളായി കഴിയണമെന്നും വിദ്വേഷവും വെറുപ്പും പകയും ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നവരുണ്ട്. പറയാൻ മനസ്സിലായില്ല. ഇപ്പം ഞാൻ മാറാട് വിഷയം പറയാം. മാറാട് വിഷയത്തിൻ്റെ പേരിൽ എന്തുകൊണ്ടൊരു തുള്ളി രക്തം പോലും കേരളത്തിൽ വീണില്ല? എന്തുകൊണ്ടാണ്? പക്ഷേ രക്തത്തുള്ളി വീഴണമെന്ന് ആഗ്രഹിച്ചവരുണ്ടായിരുന്നു, ഉറപ്പായും. പക്ഷേ നാം സ്വീകരിച്ച നിലപാടെന്താണ്? എല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് രമ്യമായിട്ട് ആ പ്രശ്നം തീർന്നു, പരിഹരിച്ചു, ഒരു വിദ്വേഷവും ഇല്ലാതെ. പക്ഷെ അത് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അത് ഞാൻ ആ ചോദ്യത്തിലേക്ക് വരികയായിരുന്നു. മാറാട് എടുത്തൊരു സ്ട്രാറ്റജി എന്തായിരുന്നു മാറാട് കലാപം? അതെ, മാറാട് കലാപം മുസ്ലിം സഹോദരങ്ങളുമായി നേരിട്ട് സംസാരിച്ച് എന്തൊക്കെയാണോ ഹൈന്ദവ സമൂഹത്തിനുണ്ടായിരിക്കുന്ന കോട്ടങ്ങൾ എന്താണ്, പരിക്കുകൾ എന്താണ്, നഷ്ടങ്ങൾ എന്താണ്, അത് പരിഹരിക്കാൻ എന്ത് വേണം എന്നുള്ളതിനെപ്പറ്റി പരസ്പരം ഇത് സംസാരിച്ചു. വിശാലമായി മനസ്സോടുകൂടിയാണ് ഇരു കൂട്ടരും ഈ കാര്യത്തിൽ ഇടപെട്ടു പ്രശ്നം സംസാരിച്ച് തീർത്തു. അങ്ങനെ സംസാരിച്ച് രമ്യമായിട്ട് തീർത്തു. പക്ഷെ അത് അങ്ങനെ ആയിക്കൂടാ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അവരാണ് കുഴപ്പക്കാർ, അവരാണ് പ്രശ്നക്കാർ. ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം തമ്മിൽ അടിക്കണം. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്നാണോ അവർ ഏകോദര സഹോദരന്മാരെ പോലെ സന്തോഷത്തോടും സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ഈ കേരളത്തിൻ്റെ മണ്ണിൽ കഴിയുന്നത്, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും കഥ കഴിയും, തീർന്നു, അവരുടെ ഇടപാട് കഴിഞ്ഞു. ക്രൈസ്തവ സഭകളെ BJP-യിലേക്ക് അടുപ്പിക്കാനായിട്ടാകണം PC ജോർജും അനിൽ ആന്റണിയും പോലെയുള്ള കോൺഗ്രസിൻ്റെയും മറ്റു പാർട്ടികളിൽ നിന്നിരുന്ന നേതാക്കന്മാരുടെ നേതാക്കന്മാരെയൊക്കെ BJP-യിലേക്ക് കൊണ്ടുവരികയും അല്ലെങ്കിൽ അവർ വരികയും ഒക്കെ ചെയ്തത്. പക്ഷെ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റാൻ BJP സാധിച്ചു. വോട്ടായോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു നിലപാട് പാർട്ടിക്കുണ്ട്. ആ നിലപാട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. കാരണം PC ജോർജിനും വരാവുന്ന പാർട്ടിയാണ്. പക്ഷെ PC ജോർജിന് സീറ്റ് കൊടുക്കാതിരുന്നത് അനിൽ ആന്റണിക്കും ആകെ 20 ഉള്ളൂ. PC ജോർജ് അത് ഭയങ്കരമായി ആഗ്രഹിച്ചിരുന്നു. അല്ല, എല്ലാവർക്കും ആഗ്രഹമുള്ള ധാരാളം പേര് കാണും. നിന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവുക. അത് ഏത് പാർട്ടിയിലുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ ആഗ്രഹിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പാർലമെൻ്ററി മോഹങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. അതിനെന്താ തെറ്റെന്താണ്? അതിലൊരു തെറ്റുമില്ല. അദ്ദേഹം കയ്യിലിരുന്ന ചെറുതെങ്കിലും ഒരു പാർട്ടി മുഴുവനായി BJP-യിലേക്ക് കൊണ്ടുവന്ന് ലയിപ്പിച്ചതാണ്. അതെ, അപ്പൊ അതിനർഹിക്കുന്ന ഒരു പരിഗണന അദ്ദേഹത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകനോ ലഭിച്ചില്ല, ആർക്കെങ്കിലും ഒരാൾക്ക്. അത് അങ്ങനെ രീതിയിൽ വിലയിരുത്താൻ സമയമായിട്ടില്ലല്ലോ, ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ. പാർട്ടി ഇനി മുന്നോട്ടേക്ക് പ്രവർത്തിക്കും. ഇനി അസംബ്ലി ഇലക്ഷനും നിരവധി കടമ്പകൾ കടന്ന് മുന്നോട്ടേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് അത് അവഗണിച്ച് ഒരു 20 മണ്ഡലങ്ങളിൽ സീറ്റുകൾ വന്ന സന്ദർഭത്തിൽ പല മാനദണ്ഡങ്ങളിലൂടെയാണ് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത്. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണം, അതുപോലെ തന്നെ പല രീതിയിലും പല വിഭാഗങ്ങളിൽപ്പെട്ടവർക്കൊക്കെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അത് ഒരു എല്ലാവിധത്തിലൊരു സോഷ്യൽ എൻജിനീയറിങ് ആവശ്യമാണ്. അതൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 20 പേർക്ക് മത്സരിക്കാൻ പോകും. അത് മത്സരിക്കാൻ സാധിക്കാത്തവരുണ്ട്, സ്വാഭാവികമാണ്. അതുകൊണ്ടൊന്നും അവർക്കൊരു പ്രതിഷേധവും ഇല്ല, ഞാൻ വിചാരിക്കുന്നില്ല.
അവരൊക്കെ രാഷ്ട്രീയക്കാരാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും തീരുമാനം, നിലപാടുകൾ എന്തായിരിക്കും, മുന്നോട്ടൊക്കെ എങ്ങനെ പോകണം, എന്നൊക്കെ പറ്റി നല്ല വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രസംഗത്തിൽ പറഞ്ഞു അടുത്തത് കേരളം പിടിക്കുമെന്ന്. നിയമസഭയിൽ ഇപ്പോൾ NDA പ്രതിനിധീകരിക്കുന്ന അംഗങ്ങളുടെ എണ്ണം 0 പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് കാത്തിരിപ്പുണ്ട്, BJPക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്നത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും BJPയുടെ ഒരു പ്രതീക്ഷ? തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയുണ്ടല്ലോ. കാരണം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 11 അസംബ്ലി മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനമാണ്, 9 അസംബ്ലി മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനം. പ്രോഗ്രസ് റിപ്പോർട്ടിൽ 2 മണ്ഡലങ്ങളിലാണ് ഒരു ചെറിയ ശതമാനം വ്യത്യാസത്തിൽ താഴോട്ട് നിൽക്കുന്നത്. അതെ, മാത്രമല്ല 35,000 വോട്ടിനടുത്ത് മത്സരിക്കുന്ന 20 ഞാൻ ചുരുക്കി പറഞ്ഞാൽ 60 നിയോജക അസംബ്ലി മണ്ഡലങ്ങളിൽ BJP നിർണായക ശക്തിയാണ്. ആ നിർണായക ശക്തിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് വലിയൊരു രീതിയിലുള്ള കുതിച്ചുചാട്ടം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടാകും. സുരേഷ് ഗോപിയാണല്ലോ ഇപ്പോൾ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ഏക ജനപ്രതിനിധി. അപ്പോൾ അദ്ദേഹത്തെ മാതൃകയാക്കി മുന്നിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ കാട്ടി നോക്കൂ, ഞങ്ങൾക്കൊരു ജനപ്രതിനിധി തന്നതുകൊണ്ട് അവിടെ ഇത്രത്തോളം വികസനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതി. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം, ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു. 2, ഒരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ജനങ്ങളോടൊപ്പം, ജനങ്ങൾക്ക് വേണ്ടി ജനവികാരങ്ങൾ മനസ്സിലാക്കി അവർക്കാവുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരാൾ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം എന്ന് തെളിയിച്ചു കൊടുത്തു. അതൊക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും കണ്ടു പഠിക്കേണ്ട കാര്യമാണ്. ഇനി ആയിട്ടേ ഉള്ളൂ, അടുത്ത 5 വർഷങ്ങളാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് എത്ര വർഷങ്ങളായിരുന്നാലും അദ്ദേഹം കൊടുത്തു. ഇനി ഞാൻ അതേ MP ആയിരുന്ന ആൾ തന്നെയാണല്ലോ. തികച്ചും വ്യക്തിപരമായ ഒരു ചോദ്യത്തിലേക്ക് രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ, എപ്പോഴെങ്കിലും എനിക്കൊരു കുടുംബം, ഭാര്യ, കുട്ടികൾ വേണമായിരുന്നു എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അല്ല, മോഡി അതിന് ഉത്തരം പറയുന്നുണ്ട്. ഞാൻ അങ്ങയോടാണ് ചോദിക്കുന്നത്. ഭാരതം എൻ്റെ കുടുംബമാണ്, ഈ ഭാരതീയരെല്ലാം എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. പൂർണ്ണമായ സന്തോഷത്തിലാണ്. കാരണം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾ എൻ്റെ കാര്യം നോക്കിക്കോളും. ഞാൻ എൻ്റെ പറ്റി എന്തിനാണ് പറയുന്നത്? എന്തായാലും അത്ര നന്ദിയില്ലാത്തവരാണോ ജനങ്ങൾ? അതൊന്നുമല്ല. എന്തായാലും ഇത്രയും തിരക്കുകൾക്കിടയിൽ ഇത്രയും സമയം വെച്ചതിന് നന്ദി. നമസ്കാരം.